ഹായ് പ്രിയരെ, നമസ്കാരം. അങ്ങനെ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി മൈനാഗപ്പള്ളി ഒരു മഹാദേവ ക്ഷേത്രത്തിലെത്തിയപ്പോൾ എൻ്റെ കണ്ണിൽ ആദ്യം പെട്ടത് ഈ ആനക്കുട്ടനെയാണ്. പാപ്പാൻ കിടന്നുറങ്ങുന്നു, തൊട്ടടുത്ത ആന. ഈ ആനക്കുട്ടൻ ആഹാരം കഴിക്കുന്ന രംഗം കുറേ നേരം ഇങ്ങനെ വീഡിയോ എടുത്തു. ഇന്നത്തെ എൻ്റെ ഉത്സവ കാഴ്ചകൾ ഈ ആനയും പാപ്പാനും ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. അവർ സെറ്റൊന്നും ഇറക്കിയില്ല, ഇറക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 9 മണിയാവും നാടകം തുടങ്ങാൻ. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഉത്സവ കാഴ്ചകൾ എന്ന ഒരു ചെറിയ പങ്ക്തിയിലൂടെ ഞാനിങ്ങനെ കാണുന്നത്. അപ്പോൾ ആനയെ ഇങ്ങനെ ആദ്യം ആന പുല്ല് തിന്നുന്നത് എടുത്തു. പിന്നീട് നോക്കിയപ്പോൾ ആനയെ കാണാനില്ല. നോക്കിയപ്പോൾ ഒരു വീട്ടിൻ്റെ മുന്നിൽ ആനയെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് പാപ്പാൻ. കാര്യം തിരക്കിയപ്പോൾ വെള്ളത്തിനാണ്, ഭയങ്കര ചൂടായിരുന്നു. വെള്ളത്തിന് വേണ്ടിയാണ് ഈ പാപ്പാൻ ഒരു സ്വന്തം കുഞ്ഞിന് വെള്ളം കൊടുക്കുന്നത് പോലെ അങ്ങനെ ആ പാപ്പാൻ ആനയ്ക്ക് പൈപ്പ് തുറന്നു വീട്ടുകാരുടെ അനുവാദത്തോടു കൂടി വെള്ളം വിറ്റിച്ചു കൊടുക്കുന്നു. സത്യം എത്ര പ്രാവശ്യം ഞാൻ കണ്ടു നിന്നു. ഈ വീഡിയോ ചുരുക്കിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എത്ര നേരം ഞാൻ ഈ ആനയോടൊപ്പം കണ്ടു നിന്നെന്ന് എനിക്കറിയില്ല. ഈ ഭീമാകാരനായ ഒരു ആനയ്ക്ക് ആനയ്ക്ക് എത്രത്തോളം വെള്ളം വേണം, എത്ര പ്രാവശ്യം അതിങ്ങനെ തുമ്പിക്കൈയിലൂടെ ഇറ്റിട്ട് കൊടുത്താൽ കുടിക്കും. അപ്പോൾ അങ്ങനെ തൊട്ടടുത്ത വീട്ടിലെ ഒരു പയ്യൻ, നല്ല ഇണങ്ങുന്ന ആനയാണെന്ന് തോന്നുന്നു, ആ പയ്യനെ വിളിച്ചു പറഞ്ഞു. പാപ്പൻ പറഞ്ഞു, മോനെ വാടാ, നീ ഒഴിച്ചു കൊടുന്നു പറഞ്ഞു. ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പേടിയാണ്, നാടകം കളിക്കണമല്ലോ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നാടകം മുടങ്ങും, അതുകൊണ്ട് ഞാൻ പോയില്ല. ഞാനിങ്ങനെ തൊട്ടടുത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് പാപ്പാനെ പൂശി നിന്നു. ആ മോൻ ഇങ്ങനെ ആനയുടെ തുമ്പിക്കൈയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രംഗം എന്നെ വല്ലാതെ എന്തോ ഒരു സന്തോഷം തന്നെയായിരുന്നു. ദാഹം തീരുവോളം ആനക്കുട്ടൻ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ച മനസ്സിനെ വല്ലാതെ സന്തോഷം തന്നു. പിന്നെ ആനയെ വീണ്ടും കൊണ്ടുവന്ന് കെട്ടുന്നത് കണ്ടു. ഞാൻ നാടകത്തിൻ്റെ ആ തിരക്കിലുമായി. അപ്പോൾ എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞ് ആനയെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ആ തറയിൽ കെട്ടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നാടകമൊക്കെ കഴിഞ്ഞു. നാടകം കഴിഞ്ഞ് വീണ്ടും രാത്രി സമയം ഞാൻ ആനയുടെ അടുത്തെത്തി, പാപ്പാൻ്റെ അടുത്തെത്തി. ഞാൻ ചോദിച്ചു, ചേട്ടാ ആനയെ ഒന്ന് തൊട്ടോ, കുഴപ്പമില്ല മോനെ, കയ്യിൽ വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. അങ്ങനെ ആനയോടൊപ്പം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് ഭാഗ്യമായി കരുതുന്നു. ഇതാണ് ആന പാപ്പാൻ ചേട്ടൻ. നല്ല രസികനാണ്, സ്വന്തം മകനെപ്പോലെ വളർത്തുന്നു. എനിക്കറിയില്ല, ഈ അടുത്ത കാലത്ത് എൻ്റെ നാട്ടിലൊരു ആന സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ആനയുടെ പേര് സഞ്ജയനെന്നോ എന്തോ ആണ്. മൈനാഗപ്പള്ളിയിലെ അവിടെ എഴുന്നള്ളത്തിന് കൊണ്ടുവന്നതാണ്. എന്തായാലും ശാന്തശീല സ്വഭാവമുള്ള ഒരു ആന. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ച ഇന്നത്തെ ഉത്സവ കാഴ്ചകൾ. നിങ്ങളോട് പറയണമെന്ന് തോന്നി. പാപ്പാനായിട്ട് കൂടട്ടെ എന്ന് ഒരു വേള ഞാൻ ചിന്തിക്കാതിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം, പാപ്പാൻ പണി പഠിക്കണമല്ലോ, അതുകൊണ്ട് വിട്ടു. നന്ദി, നമസ്കാരം.